നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശവുമായി ക്രിസ്മസ്. ലോകം ക്രിസ്മസ് ആഘോഷത്തിൽ. പ്രവാചകപ്പിറവിയുടെയും ജീവിതത്തിന്റെയും സ്മരണകളുണർത്തി നാടെങ്ങും നബിദിനാഘോഷം. നബിദിന റാലിയിലും ഭക്ഷണപ്പൊതി വിതരണത്തിലും പങ്കാളികളായത് ആയിരങ്ങൾ. മുതിർന്ന കോൺഗ്രസ് നേതാവും ദീർഘകാലം പട്ടുവം പഞ്ചായത്ത് മെമ്പറുമായ കപ്പച്ചേരി നാരായണൻ ഇനി ഓർമ്മ. അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് ആയിരങ്ങൾ. അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കിയില്ല. കണ്ണപുരം ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ കെട്ടിടം നോക്കുകുത്തി. വിദ്യാർത്ഥികളുടെ പഠനം ഇപ്പോഴും ഇടുങ്ങിയ ചുവരുകൾക്കുള്ളിൽ. ദുരവസ്ഥ പരിഹരിക്കാത്ത അധികൃതരുടെ നിലപാടിനെതിരെ പ്രതിഷേധം വ്യാപകം. വിശദമായ വാർത്തകളിലേക്ക്. സഹനത്തിന്റെയും സന്തോഷത്തിന്റെയും സമത്വത്തിന്റെയും ആഘോഷം കൂടിയാണ് ക്രിസ്മസ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ലോകം ക്രിസ്മസ് ആഘോഷത്തിലാണ്. ദൈവത്തിന്റെ മുഖം കാരുണ്യമാണ്. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നതുപോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സഹനത്തെക്കുറിച്ചാണ് ക്രിസ്മസ് ഓർമ്മിപ്പിക്കുന്നത്. തിരുപ്പിറവിയുടെ സന്ദേശം മഹത്താണ്. കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതലയുടെ വാക്കുകളിലേക്ക്. കാലിത്തൊഴുത്തിൽ ഓമനത്വം തുളുമ്പുന്ന ദിവ്യ പൈതലിനെ നാം ദർശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും ആണ് നമുക്ക് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ അനുഭവിക്കാനാകുക. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഒരു വർഷത്തെ കാരുണ്യത്തിൻ്റെ അസാധാരണ ജൂബിലിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ ജൂബിലിയുടെ പ്രത്യേകമായ പ്രബോധനം മിസിരിക്കോർദിയ വുൾത്തൂസ്, കാരുണ്യത്തിൻ്റെ മുഖം, അത് ആരംഭിക്കുന്നത് തന്നെ ഈ ഒരു വാക്യം പറഞ്ഞുകൊണ്ടാണ്. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖം യേശുക്രിസ്തുവിൽ നമുക്ക് ദർശിക്കാനാവുന്നുവെന്ന്. കാലിത്തൊഴുത്തിൽ ഓമനത്വം തുളുമ്പുന്ന ആ ദിവ്യ പൈതലിൽ നാം യഥാർത്ഥത്തിൽ ഈ സ്നേഹപിതാവായ ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും അനന്തമായ അവിടുത്തെ പരിപാലനയും കൂടുതലായി അനുഭവിക്കാനാകുന്നു. ദൈവപുത്രൻ കാലിത്തൊഴുത്തിൽ പിറവിയെടുത്ത സുദിനം. ദേവാലയങ്ങളിൽ വ്യാഴാഴ്ച രാത്രി 11:30 തിരുപ്പിറവിയോടനുബന്ധിച്ചുള്ള തിരുക്കർമ്മങ്ങൾ. കൂട്ടായ്മയുടെ ഉത്സവമാണ് ക്രിസ്മസ്. പള്ളികളിൽ പാതിരാ കുർബാനകൾ. ആകാശത്തെ നക്ഷത്രങ്ങൾക്ക് താഴെ മഞ്ഞുപൊഴിക്കുന്ന രാത്രി. പ്രഭാതത്തിൽ ഉണ്ണിയേശുവിനെ ഹൃദയത്തിലേറ്റി നാടും നഗരവും ആഘോഷത്തിൽ. കരോൾ ഗാനങ്ങൾ, പൂത്തിരികൾ. ദേവപുത്രൻ മനുഷ്യനായി അവതരിച്ചതിന്റെ ഓർമ്മപ്പെടുത്തൽ. സീൽ ന്യൂസ്, കണ്ണൂർ. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം വിളിച്ചോതി ഒരു ക്രിസ്മസ് നാൾ കൂടി. ലോകം ക്രിസ്മസ് ആഘോഷത്തിലാണ്. ബത്ലഹേമിലെ പുൽക്കൂട്ടിൽ യേശുക്രിസ്തു ജനിച്ചതിന്റെ ഓർമ്മയായിട്ടാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഈ ഓർമ്മയിൽ ക്രിസ്മസ് സമയത്ത് എല്ലാ വീടുകളിലും പള്ളികളിലും പുൽക്കൂടൊരുക്കി ക്രിസ്തുദേവന്റെയും കന്യാമറിയത്തിന്റെയും പ്രതിമകളാൽ അലങ്കരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ലാളിത്യവും സ്നേഹവും പ്രതിനിധീകരിച്ചാണ് പുൽക്കൂടൊരുക്കുന്നത്. ഒരു കാലത്ത് ക്രിസ്മസ് രാത്രികളുടെ മാറ്റുകൂട്ടാൻ വീടുകളിലും പള്ളികളിലും റാന്തൽ വിളക്ക് കെട്ടിത്തൂക്കിയിരുന്നു. ജർമ്മൻ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന ഈ റാന്തൽ വിളക്ക് ക്രിസ്മസ് രാവുകളിൽ പ്രഭ ചൊരിഞ്ഞിരുന്നു. ഇന്ന് ക്രിസ്മസ് സ്റ്റാറുകൾ കൂടാതെ ഒരു ക്രിസ്മസ് ആഘോഷം ആലോചിക്കാനാവില്ല. കാഴ്ചയുടെ ദൃശ്യവിസ്മയമേകുന്ന ഒരുപിടി ക്രിസ്മസ് സ്റ്റാറുകൾ വീടുകളിലും കടകളിലും എങ്ങുമുണ്ട്. ചുവന്ന വസ്ത്രവും തൊപ്പിയും അണിഞ്ഞ് ക്രിസ്മസ് കരോൾ പാടിയെത്തുന്ന സാന്റാക്ലോസ് അപ്പൂപ്പൻ കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരനാണ്. ഒരുപിടി സമ്മാന പൊതികളും മിഠായികളും നക്ഷത്രങ്ങളുമായിട്ടാണ് സാന്റാക്ലോസ് അപ്പൂപ്പൻ എത്തുന്നത്. സ്നേഹത്തിന്റെയും നന്മയുടെയും ആഘോഷവേള കൂടിയാണ് ക്രിസ്മസ്. ന്യൂസ് ഡെസ്ക്, സീൽ ന്യൂസ്. Bobtail Bay, get ready for a run, then hitch into a
പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. എങ്ങും റാലിയും മൗലിദ് പാരായണവും കലാപരിപാടികളും അരങ്ങേറി. പ്രവാചകനായ മുഹമ്മദ് നബിയുടെ 1490 ജന്മദിനമാണ് വിശ്വാസികൾ കൊണ്ടാടിയത്. മദ്രസകൾ കേന്ദ്രീകരിച്ച് നബിദിന റാലിയും വിവിധ കലാപരിപാടികളും മൗലിദ് പാരായണവും നടന്നു. നടുവിൽ തഹ്സിനുൽ ഇസ്ലാം മദ്രസയുടെ നേതൃത്വത്തിൽ നടന്ന നബിദിന റാലിക്ക് സദർ മുഅല്ലിം സക്കരിയ ദാരമി, മഹല്ല് പ്രസിഡന്റ് കെ നൂറുദ്ദീൻ ഹാജി എന്നിവർ നേതൃത്വം നൽകി. രാവിലെ മദ്രസ അങ്കണത്തിൽ നടന്ന പതാക ഉയർത്തലിന് ശേഷം സ്കൌട്ട്, ദഫ് തുടങ്ങിയ അകമ്പടിയോടെ നടത്തിയ റാലി ഏറെ ശ്രദ്ധേയമായി. ബക്കളം പുന്നക്കുളങ്ങര ജുമാ മസ്ജിദ്, കുറ്റിക്കോൽ ജുമാ മസ്ജിദ്, അയ്യങ്കോൽ ജുമാ മസ്ജിദ്, വടക്കാഞ്ചേരി ജുമാ മസ്ജിദ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. കുറ്റിക്കോലിൽ നിന്ന് ആരംഭിച്ച റാലി ബക്കളത്ത് സമാപിച്ചു. നിരവധി പേർ പങ്കാളികളായി. സീൽ ന്യൂസ്, നടുവിൽ, ധർമ്മശാല. കമ്പിൽ ടൗൺ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിനത്തിൽ കമ്പിൽ മൈതാനപ്പള്ളി പരിസരത്ത് വെച്ച് നടത്തപ്പെടുന്ന അന്നദാന വിതരണം ശ്രദ്ധേയമാകുന്നു. 36 വർഷങ്ങളായി ഇവർ ഈ ദിനത്തിൽ അന്നദാനം നടത്തിവരുന്നു. ജാതിമത ഭേദമന്യേ നിരവധി പേർ നബിദിന ദിവസം ഇവിടെ അന്നദാനത്തിൽ പങ്കാളികളാകാൻ എത്തുന്നു. 1978 മുല്ലപ്പള്ളി അബൂബക്കർ ഹാജിയുടെ നേതൃത്വത്തിലാണ് അന്നദാനം ആരംഭിച്ചത്. പിന്നീട് കമ്പിൽ ടൗൺ ലീഗ് കമ്മിറ്റിയാണ് കഴിഞ്ഞ 36 വർഷമായി അന്നദാനം നടത്തിവരുന്നത്. പൊതുജനങ്ങൾ നൽകുന്ന സംഭാവനയാണ് വരുമാനമാർഗം. ഇതിൽ മിച്ചം വരുന്ന തുക പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യും. CK അബൂബക്കർ, മൊയ്തു, നിസാർ കമ്പിൽ, PKP നാസർ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് നേതൃത്വം നൽകുന്നത്. സീൽ ന്യൂസ്, കമ്പിൽ. നബിദിനത്തിൽ നാടെങ്ങും ഭക്ഷണപ്പൊതി വിതരണം നടന്നു. SIS ജില്ലാ കമ്മിറ്റി കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്ക് ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തു. ആശുപത്രി കോമ്പൌണ്ടിൽ നടന്ന ഭക്ഷണ വിതരണം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ C. സമീർ ഉദ്ഘാടനം ചെയ്തു. അബ്ദുള്ളക്കുട്ടി ബാഖവി, നിസാർ അതിരകം, PK ഹാഷിദ്, ഡോക്ടർ മായ എന്നിവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. കണ്ണപുരം ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ കെട്ടിടം നോക്കുകുത്തിയാകുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും വിദ്യാർത്ഥികൾ പഠിക്കുന്നത് പഴയ കെട്ടിടത്തിൽ തന്നെ. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും ഏറെക്കാലത്തെ മുറവിളിക്കൊടുവിലാണ് കണ്ണപുരം ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ജില്ലാ പഞ്ചായത്ത് കണ്ണപുരത്ത് പുതിയ കെട്ടിടം പണിതത്. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെയും ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെയും ഇടപെടലാണ് കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത്. എന്നാൽ കെട്ടിടത്തിൽ ഫർണിച്ചറുകളും മറ്റ് അടിസ്ഥാന സൌകര്യങ്ങളും ഒരുക്കാത്തതാണ് കെട്ടിടം നോക്കുകുത്തിയാകാൻ കാരണമായിരിക്കുന്നത്. ഇപ്പോഴും ചെറുകുന്ന് കതിർവെക്കുംതറയിലെ ഇടുങ്ങിയ മുറിയിലാണ് വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കെട്ടിടം തട്ടിക്കൂട്ടി ഉദ്ഘാടനം ചെയ്തത്. പുതിയ ഭരണസമിതി കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനം സുഗമമാക്കാനാവശ്യമായ നടപടി സ്വീകരിച്ച് എത്രയും വേഗത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റണമെന്നാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വിവിധ സംഘടനകളും ആവശ്യപ്പെടുന്നത്. അതായത് ഇപ്പോൾ ഈ സ്ഥാപനത്തിന് പണിയെല്ലാം കഴിഞ്ഞ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഒരു വാടക കെട്ടിടത്തിലാണല്ലോ കുട്ടികൾ എല്ലാവരും പഠിക്കുന്നതും അത് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് ആക്കി കിട്ടുകയാണെങ്കിൽ ഈ കുട്ടികൾക്കെല്ലാം നല്ലൊരു സൗകര്യമായിരിക്കും. അതുകൊണ്ട് ഇതിപ്പം ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത അധികൃതർക്ക് എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള ഒരു സംവിധാനം കൂടെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് നാട്ടുകാരായ ഞങ്ങളുടെ ആഗ്രഹം. സീൽ ന്യൂസ്, ചെറുകുന്ന്. കണ്ണൂർ ആസ്ഥാനമായി ഇന്ത്യൻ മാർഷ്യൽ ആർട്സ് അക്കാദമി ആൻഡ് യോഗ സ്റ്റഡി സെന്റർ സംസ്ഥാനതലത്തിൽ ആയോധന കലാ പരിശീലനം നൽകുന്നു. ഇതിനു മുന്നോടിയായി ജനുവരി 3 കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ 1000 പേരുടെ യോഗാ പ്രദർശനം നടക്കുമെന്ന് PK ശ്രീമതി MPയും CPM ജില്ലാ സെക്രട്ടറി P. ജയരാജനും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യൻ മാർഷ്യൽ ആർട്സ് അക്കാദമി ആൻഡ് യോഗ സ്റ്റഡി സെന്റർ എന്ന സംഘടന 2014 നവംബർ മാസത്തിലാണ് കണ്ണൂർ കേന്ദ്രമാക്കി രജിസ്റ്റർ ചെയ്തത്. ഇന്ത്യ മുഴുവൻ പ്രവർത്തന പരിധിയുള്ള സംഘടനയാണ് ഇത്. ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിനും രോഗമുക്തമായ സമൂഹത്തെ വാർത്തെടുക്കുന്നതിനും ശാരീരികവും മാനസികവുമായ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഈ സംഘടന ലക്ഷ്യമിടുന്നത്. സാന്ത്വന പരിചരണ മേഖലയിലെ പഠനത്തിനും പ്രവർത്തനത്തിനും വിപുലീകരണത്തിനും വേണ്ടി ഈ സംഘടന പ്രവർത്തിക്കും. പ്രായഭേദമന്യേ കുട്ടികളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും അസോസിയേഷന്റെ നിയമാവലി അംഗീകരിക്കുന്നവർക്ക് കരാട്ടെ, കളരി, കുങ്ഫു, വുഷു,
കുബുഡോ, ടൈക്കോണ്ടോ, യോഗ, ബ്രീത്തിംഗ് എക്സസൈസ്, കിക്ക് ബോക്സിംഗ്, ബോക്സിംഗ്, റെസ്ലിംഗ്, ജൂഡോ, ജിംനേഷ്യം എന്നിവയിൽ പരിശീലനം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. കായിക പരിശീലനത്തിലൂടെ സ്നേഹവും മതസൗഹാർദ്ദവും സമാധാനവും വളർത്തി ദേശീയോദ്ഗ്രന്ഥത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് സംഘടനയുടെ ലക്ഷ്യം. ഇത് മാർഷൽ ആർട്സ് ആൻഡ് അക്കാഡമി ആൻഡ് യോഗ സ്റ്റഡി സെൻറ്റർ എന്നത് അഖിലേന്ത്യാ തലത്തിൽ രൂപീകരിച്ചിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയുടെ ഉദ്ദേശ ലക്ഷ്യം നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള എല്ലാ കായിക കലകളെയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന തലത്തിലുള്ള ഒരു പ്രദർശന പരിപാടി 2016 ജനുവരി 3-ാം തീയതി കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ സംഘടന ആദ്യമായി കേരള സംസ്ഥാന അടിസ്ഥാനത്തിൽ 2016 ജനുവരി 3-ന് ഞായറാഴ്ച 4 മണിക്ക് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു സംസ്ഥാനതല യോഗ പ്രദർശനം സംഘടിപ്പിക്കുകയാണ്. പരിപാടി ലോക പ്രശസ്ത യോഗാചാര്യൻ ശ്രീ എം ഉദ്ഘാടനം ചെയ്യുന്നു. വിവിധ ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 1000 യോഗ പരിശീലിച്ച ആളുകളാണ് പങ്കെടുക്കുക. കേരളത്തിലെ പ്രധാനപ്പെട്ട യോഗാചാര്യന്മാർ ചേർന്ന് തയ്യാറാക്കിയ സിലബസ് ആണ് ഈ സംഘടന പരിശീലനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നത്. ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിനും വികാസത്തിനും സംരക്ഷണത്തിനും വളർച്ചയ്ക്കും ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താവുന്നതാണ് യോഗ. PK ശ്രീമതി MP, P ജയരാജൻ, അക്കാദമി ചെയർമാൻ അഡ്വക്കേറ്റ് B ബാലചന്ദ്രൻ, അക്കാദമി സെക്രട്ടറി KP രാജഗോപാലൻ, ഡോക്ടർ യോഗാചാര്യൻ ഡോക്ടർ E രാജീവൻ, ഡോക്ടർ C വിജയൻ, യോഗാചാര്യന്മാരായ K ഗോവിന്ദൻ, ജയൻ മാനന്തേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. യോഗ പ്രദർശനത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ യോഗ ന്യൂസ് എന്ന ഫേസ്ബുക്ക് പേജ് കായികതാരം ഋഷ പുതുശ്ശേരി പ്രകാശനം ചെയ്തു. സീൽ ന്യൂസ്, കണ്ണൂർ. അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും ദീർഘകാലം പട്ടുവം പഞ്ചായത്ത് മെമ്പറുമായിരുന്ന കപ്പച്ചേരി നാരായണന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. പട്ടുവം രാജ്ഭവന് സമീപം ഒരുക്കിയ ചിതയിൽ കരുത്തുറ്റ ഓർമ്മകൾ ബാക്കിവെച്ച് അഗ്നിനാളങ്ങൾ അദ്ദേഹത്തെ ഏറ്റുവാങ്ങി. ബുധനാഴ്ച ഉച്ചയോടെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും ദീർഘകാലം പട്ടുവം പഞ്ചായത്ത് മെമ്പറും പട്ടുവത്തെ കോൺഗ്രസിന്റെ കരുത്തുറ്റ ശബ്ദവുമായിരുന്ന കപ്പച്ചേരി നാരായണൻ മരിച്ചത്. രാവിലെ വീട്ടിലെത്തിച്ച മൃതദേഹം ഒരു നോക്ക് കാണുവാനും ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും ആയിരങ്ങളാണ് ഒഴുകിയെത്തിയതും. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് ഒരു നോക്ക് കണ്ടത്. ഇദ്ദേഹത്തിന്റെ സ്നേഹവും ആശ്വാസവും ഏറ്റുവാങ്ങിയവർ വിതുമ്പലോടെയാണ് വിട നൽകിയതും. ജീവിതത്തിന്റെ നാനാതുറയിൽപ്പെട്ടവർ അന്തിമോപചാരം അർപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറിമാരായ P രാമകൃഷ്ണൻ, VA നാരായണൻ, സതീശൻ പാച്ചേനി, KP കുഞ്ഞിക്കണ്ണൻ, മുൻമന്ത്രിമാരായ K സുധാകരൻ, KP നൂറുദ്ദീൻ, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA, പ്രൊഫസർ AD മുസ്തഫ, DCC പ്രസിഡന്റ് K സുരേന്ദ്രൻ, രജനി രമാനന്ദ്, അള്ളാങ്കുളം മുഹമ്മൂദ്, ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ, TV രാജേഷ് MLA, ജെയിംസ് മാത്യു MLA, PK ശ്യാമള, K സന്തോഷ്, ആനിക്കിൽ ചന്ദ്രൻ, T ലത തുടങ്ങി നിരവധി നേതാക്കൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അന്ത്യോപചാരം അർപ്പിച്ചു. തുടർന്ന് 11:15 മൃതദേഹം പട്ടുവം രാജീവ് ഭവന് സമീപം തയ്യാറാക്കിയ ചിതയിൽ ദഹിപ്പിച്ചു. മൂത്ത മകൻ അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി തീ കൊളുത്തി. താൻ നടന്ന വഴികളിൽ കല്ലും മുള്ളും നിറഞ്ഞ പാതയിൽ ധൈര്യപൂർവ്വം ആരെയും ഭയക്കാതെ നടന്ന വ്യക്തിയായിരുന്നു കപ്പച്ചേരി നാരായണൻ. തീനാളങ്ങൾ ഇദ്ദേഹത്തെ ഏറ്റുവാങ്ങിയെങ്കിലും ജ്വലിക്കുന്ന ഓർമ്മകൾ പുതുതലമുറയ്ക്ക് എന്നും ആവേശമാകും. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. പട്ടുവത്തെ വീട്ടിൽ കപ്പച്ചേരി നാരായണന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കം എത്തി അന്തിമോപചാരം അർപ്പിച്ചു. ധീരനായ നേതാവിനെയാണ് നഷ്ടമായതെന്നും വിയോഗം കോൺഗ്രസിന് കനത്ത നഷ്ടമാണെന്നും നേതാക്കൾ പറഞ്ഞു. DCC പ്രസിഡന്റ് K സുരേന്ദ്രൻ, KPCC ജനറൽ സെക്രട്ടറിമാരായ KP കുഞ്ഞിക്കണ്ണൻ, VA നാരായണൻ, DCC വൈസ് പ്രസിഡന്റ് മുഹമ്മദ് M ബ്ലാത്തൂർ, TV രാജേഷ് MLA എന്നിവർ അനുസ്മരിച്ചു. കോൺഗ്രസ് നേതാവായിട്ടുള്ള വെള്ളാച്ചേരി അവസാന നിമിഷം വരെ വളരെ കർമ്മനിരതനായിട്ടുള്ള പൊതുപ്രവർത്തകനായിരുന്നു. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വെച്ച് പുലർത്തുമ്പോൾ താൻ താമസിക്കുന്ന പ്രദേശത്തിൻ്റെ വികസനത്തിനു വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുള്ള പൊതുപ്രവർത്തകൻ കൂടിയാണ് വെള്ളാച്ചേരി. വെള്ളാച്ചേരിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുക. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം എന്ന നിലയിൽ നാരായണേട്ടൻ DCC ഓഫീസിലൊക്കെ വന്നാൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒരു വേറിട്ട ശബ്ദമാണ്. ഒരു ഉറച്ച കാഴ്ചപ്പാടോടുകൂടിയുള്ള സംസാരമായിരുന്നു അദ്ദേഹത്തിന്. താൻ എടുക്കുന്ന തീരുമാനം, ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയിട്ടുണ്ട്.
ഏത് വിഷയത്തിൻ്റെ മുമ്പിലും ആരുടെ മുമ്പിലും പതർച്ചയില്ലാതെ എടുത്ത തീരുമാനം നടപ്പിലാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, അതിനേക്കാൾ ഉപരി സാമൂഹ്യ രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാണ്. ഈ നാട്ടിലെ എല്ലാവരും സമ്മതിക്കുന്നു. ഞങ്ങളുടെ ഒരു ആവശ്യം വന്നാൽ അതാരാണ് എന്ന് പോലും ചിന്തിക്കാതെ, ക്ഷേമ പെൻഷനുകളാകട്ടെ, അവരുടെ കുടുംബ പ്രശ്നമാകട്ടെ, അവരുടെ വഴിയുടെ പ്രശ്നമാകട്ടെ, വെളിച്ചത്തിൻ്റെ പ്രശ്നമാകട്ടെ, ഈ നാട്ടിന് വെളിച്ചം പകർന്നൊരു നേതാവാണ്. വെള്ളവും വെളിച്ചവും യാത്രാ സൗകര്യങ്ങളും ഒരു നാടിനുണ്ടാക്കി കൊടുത്ത അത്രയേറെ കഴിവുകൾ തെളിയിച്ച ഒരു നല്ല മനുഷ്യനാണ് കപ്പച്ചേരി നാരായണേട്ടൻ. നമ്മുടെ കർഷകരുടെയും സാധാരണക്കാരുടെയും ജീവിത പ്രയാസങ്ങൾ ദൂരീകരിക്കുക എന്നത് പൊതുപ്രവർത്തന രംഗത്തൊരു ലക്ഷ്യമാക്കി നടത്തിയ ശ്രീ നാരായണേട്ടൻ്റെ അഭാവം ഈ പ്രദേശത്തു മാത്രമല്ല കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഏറ്റ കനത്ത ഒരു നഷ്ടമാണ് എന്നതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. ശ്രീ കപ്പച്ചേരി നാരായണൻ്റെ നിര്യാണം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരു തീരാ നഷ്ടമാണ്. കഴിഞ്ഞ 10-50 വർഷക്കാലത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ശക്തമായി പൊരുതിയ, ഒട്ടേറെ ത്യാഗങ്ങളനുസരിച്ച് അനുഷ്ഠിച്ച ഒരു ധീരനായ മനുഷ്യനാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണമെന്ന് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പഠന വിധേയമാക്കാവുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് കപ്പച്ചേരി നാരായണൻ. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഏറെ അടിത്തറയുള്ള മാർക്സിസ്റ്റ് അക്രമങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് കോൺഗ്രസിന് വേണ്ടി ധീരമായി പ്രവർത്തിച്ച ബഹുമാന്യനായ കപ്പച്ചേരി നാരായണനോടുള്ള ആദരവും അദ്ദേഹത്തിനുള്ള ആദരാഞ്ജലികളും ഞാൻ അർപ്പിക്കുകയാണ്. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. സർവീസിൽ നിന്നും വിരമിച്ചവരുടെ സംഗമം അഗ്രികൾച്ചറൽ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ നടന്നു. കണ്ണൂർ ജില്ലാ ലൈബ്രറി ഹാളിൽ നടന്ന സംഗമം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ കെ ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CV തോമസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഷിബി പി വർഗീസ്, PR പ്രേമചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. പാപ്പിനിശ്ശേരി പിലാത്തറ KSTP റോഡ് നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കാനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് TV രാജേഷ് MLA. ചെറുകുന്നിൽ KSTP റോഡ് നിർമ്മാണ പ്രവൃത്തി MLAയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡ് നിർമ്മാണ പ്രവൃത്തി ദ്രുതഗതിയിൽ പൂർത്തിയാക്കാൻ TV രാജേഷ് MLA ബന്ധപ്പെട്ട അധികൃതരുമായി ചർച്ച നടത്തി. താവം മേൽപ്പാലം, പാപ്പിനിശ്ശേരി മേൽപ്പാലം എന്നിവയുടെ നിർമ്മാണം വേഗത്തിലാക്കും. രാമപുരം പാലം നിർമ്മാണ പ്രവൃത്തിയും ആരംഭിച്ചു കഴിഞ്ഞു. ചെറുകുന്ന് കതിരുവേക്കുംതറയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് ഇപ്പോൾ പ്രവൃത്തി നടക്കുന്നത്. ബസ് മാത്രമാണ് ഇപ്പോൾ ഇതുവഴി സർവീസ് നടത്തുന്നത്. മറ്റുള്ളവ ചെറുകുന്ന് അമ്പലം റോഡ് വഴിയാണ് കടന്നുപോകുന്നത്. വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ നിർമ്മാണ പ്രവൃത്തി വേഗത്തിലാക്കാൻ സാധിച്ചു. 10 ദിവസത്തിനകം ചെറുകുന്ന് കതിരുവേക്കുംതറയിലെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കുമെന്ന് KSTP അധികൃതർ അറിയിച്ചതായി TV രാജേഷ് MLA പറഞ്ഞു. ജൂൺ മാസത്തിൽ പൂർത്തീകരിക്കുമെന്നുള്ളതാണ് ബഹുമാനായ പൊതുമരാമത്ത് മന്ത്രി നൽകിയിട്ടുള്ള മറുപടി. അതോടൊപ്പം നമ്മുടെ ചെറുകുന്ന് തറയിൽ ഈ കഴിഞ്ഞ ദിവസം പ്രവൃത്തി ആരംഭിച്ചു. 15 ദിവസത്തിനുള്ളിൽ ചെറുകുന്ന് തറ ടൗണിലെ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ ഈ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നുള്ള നിർദ്ദേശം അവർക്ക് നൽകിയിട്ടുണ്ട്. പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് അവർ നൽകിയിട്ടുള്ള മറുപടി. പിലാത്തറ മുതൽ പഴയങ്ങാടി വരെ നിർമ്മാണ പ്രവൃത്തി നേരത്തെ പൂർത്തിയായിരുന്നു. 1 വർഷത്തിനകം KSTPയുടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സീൽ ന്യൂസ്, ചെറുകുന്ന്. എരിപുരം റോഡ് തകർന്ന് യാത്ര ദുഷ്കരമായി. എരിപുരം ഗ്യാസ് ഏജൻസിക്ക് സമീപത്തെ റോഡാണ് സഞ്ചരിക്കാൻ പറ്റാതെ യാത്രക്കാർക്ക് അപകടക്കെണിയൊരുക്കുന്നത്. എരിപുരം ഗ്യാസ് ഏജൻസിക്ക് സമീപത്തുകൂടി KSEB ഓഫീസിലേക്കുള്ള റോഡാണ് തകർന്നത്. കരിങ്കൽ ചീളുകൾ ഇളകിയ അവസ്ഥയിലാണ്. വാഹനയാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയാണിവിടെ. KSTP റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മെയിൻ റോഡ് ഉയർത്തിയതോടെ റോഡിലേക്കുള്ള കയറ്റം വർദ്ധിച്ചു. ഇത് KSTP അധികൃതർ അറ്റകുറ്റപ്പണി നടത്തിക്കൊടുക്കണമെന്ന് അധികൃതർ അറിയിച്ചെങ്കിലും പ്രവൃത്തി നടത്തിയില്ല. പ്രദേശത്തെ നിരവധി കുടുംബങ്ങളാണ് റോഡിന്റെ ശോച്യാവസ്ഥ കാരണം ദുരിതമനുഭവിക്കുന്നത്. റോഡിന്റെ അവസ്ഥ വളരെ മോശമാണ്. കുറച്ചുകാലം മുമ്പൊക്കെ ഇവിടെ നല്ല രീതിയിൽ വാഹനങ്ങളൊക്കെ ഇറക്കാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ ബൈക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ വഴിയിലൂടെ ഒരുപാട് സ്ത്രീകളും കുട്ടികളൊക്കെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നതാണ്. ഈ റോഡിന്റെ അവസ്ഥ കാരണം ഇപ്പോൾ നല്ല രീതിയിൽ ബൈക്ക് അതിലൂടെ ഇറക്കാൻ പറ്റുന്നില്ല. അതുപോലെ പല പ്രശ്നങ്ങളുണ്ട്. KSTPയുടെ ഭാഗത്തുള്ള ഒരു വീഴ്ചയായിട്ടാണ് നമുക്കിത് കാണാൻ പറ്റുക. അടിയന്തരമായി റോഡ് അറ്റകുറ്റപ്പണി നടത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടത്. സീൽ ന്യൂസ്, ചെറുകുന്ന്. പട്ടുവം സെന്റ് ആഞ്ചല ഹോമിൽ സാമൂഹ്യവിരുദ്ധരുടെ അതിക്രമം.
കോമ്പൗണ്ടിൽ നിർത്തിയിട്ട വാഹനത്തിന്റെ ചില്ലും കുടിവെള്ള ടാങ്കും തകർത്തു. പോലീസ് എത്തി പരിശോധന നടത്തി. പട്ടുവം സെന്റ് ആഞ്ചല ഹോം പെൺകുട്ടികളുടെ ഓർഫനേജും ചെറിയ കുട്ടികളുടെ താമസ സ്ഥലവുമാണ്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് കോമ്പൗണ്ടിൽ നിർത്തിയിട്ട KL 59, K 64, 52 മാരുതി സുസുക്കി ഇക്കോ വണ്ടിയുടെ പിറകിലത്തെ ചില്ല് തകർത്തത്. കഴിഞ്ഞയാഴ്ച 2000 ലിറ്റർ വെള്ളത്തിന്റെ ടാങ്കും നശിപ്പിച്ചിരുന്നു. ദീനസേവന സഭയുടെ സെന്റ് ആഞ്ചല കോൺവെന്റിന്റെ കീഴിലുള്ള സെന്റ് ആഞ്ചല ഓർഫനേജിലെ ഏകദേശം 60ഓളം കുട്ടികൾ താമസിക്കുന്ന സ്ഥാപനത്തിലെ വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടി വെച്ച കിറ്റാറ്റ് അത് വെച്ചിരിക്കുന്ന തറയടക്കം താഴേക്ക് തള്ളിയിടുകയും അത് പൊട്ടി പൂർണ്ണമായി നശിച്ചു പോവുകയും ചെയ്തു. കുട്ടികളുടെ അത്യാവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന വണ്ടിയുടെ പുറത്തെ ഗ്ലാസ് പൂർണ്ണമായും അടിച്ച് തകർന്നിരിക്കുന്നതായും കാണാൻ സാധിച്ചു. 2 പിഞ്ചു കുട്ടികളെ കാസർഗോഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നിന്നും ഓർഫനേജിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി പോകാൻ വണ്ടിയെടുത്തപ്പോഴാണ് ഇത് കണ്ടത്. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിയത്തില്ല. 25,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. അധികൃതരുടെ പരാതിയെ തുടർന്ന് തളിപ്പറമ്പ് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. അയ്യപ്പ സേവാ സംഘം നേതൃത്വത്തിൽ ബക്കളം നെല്ലിയോട്ടുള്ള അയ്യപ്പന്മാർക്കായുള്ള ഇടത്താവളത്തിൽ പ്രവർത്തിക്കുന്ന IRPC നേതൃത്വത്തിൽ സദ്യ ഒരുക്കി. ഫോട്ടോ പ്രദർശനവും നടന്നു. CPM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. MV ഗോവിന്ദൻ, MV ജയരാജൻ, PK ശ്യാമള, കൊയ്യം ജനാർദ്ദനൻ, P. മുകുന്ദൻ, P. വാസുദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, ധർമ്മശാല. KPC HSS പട്ടാനൂർ NSS യൂണിറ്റ് NSS സപ്തദിന ക്യാമ്പിന് ചേടിച്ചേരി ദേശമിത്രം UP സ്കൂളിൽ തുടക്കമായി. വിവിധ പരിപാടികൾ ഉൾപ്പെടെ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. വിദ്യാർത്ഥികൾ 5 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് സോപ്പ് നിർമ്മാണ പരിശീലനം നടത്തി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം OC ബേബിലത നേതൃത്വം നൽകി. ക്യാമ്പ് ഡയറക്ടർ വിനോദ്, PK രത്ന, ശ്രീകൃഷ്ണൻ നമ്പൂതിരി, KP മുസ്തഫ, C. വസന്തകുമാരി, P. ദാമോദരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സീൽ ന്യൂസ്, ശ്രീകണ്ഠാപുരം. തൃഷ്ണ സാംസ്കാരിക വേദി വേങ്ങാടിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഡിസംബർ 20 മുതൽ 27 വരെ വിവിധ പരിപാടികൾ നടക്കും. 26 വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പ്രശസ്ത സിനിമാ താരം അബു സലീം ഉദ്ഘാടനം ചെയ്യും. ഇതിനോടനുബന്ധിച്ച് ജില്ലയിൽ ഏറ്റവും പഴക്കം ചെന്ന് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന C ക്ലാസ് തിയേറ്റർ ഉടമ P. ശ്രീധരനെയും ആദരിക്കും. അന്താരാഷ്ട്ര കരാട്ടെ മത്സരത്തിൽ 4 സ്വർണ്ണ മെഡൽ നേടിയ N. അഭിനന്ദനെയും അഭിനന്ദിക്കും. 27-ന് രാവിലെ 10 മണി മുതൽ വേങ്ങാട് സൗത്ത് UP സ്കൂളിൽ വെച്ച് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടക്കും. ക്യാമ്പ് വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ വിനോദൻ കാണി, മനോജൻ C, B. പ്രേമൻ, P. പ്രദീപൻ എന്നിവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശവുമായി ക്രിസ്മസ്. ലോകം ക്രിസ്മസ് ആഘോഷത്തിൽ. പ്രവാചക പിറവിയുടെയും ജീവിതത്തിന്റെയും സ്മരണകളുണർത്തി നാടെങ്ങും നബിദിനാഘോഷം. നബിദിന റാലിയിലും ഭക്ഷണ പൊതുവിതരണത്തിലും പങ്കാളികളായത് ആയിരങ്ങൾ. മുതിർന്ന കോൺഗ്രസ് നേതാവും ദീർഘകാലം പട്ടുവം പഞ്ചായത്ത് മെമ്പറുമായ കപ്പച്ചേരി നാരായണൻ ഇനി ഓർമ്മ. അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് ആയിരങ്ങൾ. അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കിയില്ല. കണ്ണപുരം ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ കെട്ടിടം നോക്കുകുത്തി. വിദ്യാർത്ഥികളുടെ പഠനം ഇപ്പോഴും ഇടുങ്ങിയ ചുവരുകൾക്കുള്ളിൽ. ദുരവസ്ഥ പരിഹരിക്കാത്ത അധികൃതരുടെ നിലപാടിനെതിരെ പ്രതിഷേധം വ്യാപകം. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.